മാന്യപ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. ഈശാവാസ്യ ഉപനിഷത്ത് യജുർവേദത്തിൻ്റെ 40-ാം അധ്യായമായ ഉപനിഷത്താണ്. അത് 108 ഉപനിഷത്തുക്കളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ഉപനിഷത്താണ്. 108 ഉപനിഷത്തുക്കളിൽ നമ്പർ 1 എന്ന സീരിയലിൽ വരുന്ന ഉപനിഷത്താണ് ഈശാവാസ്യ ഉപനിഷത്ത്. 18 മന്ത്രങ്ങളാണ് അതിലുള്ളത്. വേദത്തിൻ്റെ അകത്ത് വരുന്ന ഉപനിഷത്തായതുകൊണ്ടാണ് അതിന് മന്ത്രങ്ങൾ എന്ന് പറയുന്നത്. മറ്റുപനിഷത്തുകളിൽ നമുക്ക് ശ്ലോകങ്ങൾ എന്ന് പറയാം, വരികൾ എന്ന് പറയാം. ഇത് വേദത്തിനകത്ത് വരുന്നത് കൊണ്ട് 18 മന്ത്രങ്ങൾ എന്ന പദപ്രയോഗം നടത്തി. ഇതിലൊരു ഉജ്ജ്വലമായിട്ടുള്ളൊരു മന്ത്രമുണ്ട്. 18 മന്ത്രങ്ങൾ 18 വിഷയങ്ങളാണ്. വളരെയധികം ഇലാബറേറ്റ് ആയിട്ട് എഴുതാവുന്നതാണ്. 18 വിഷയങ്ങൾ വിവരിക്കുന്നു. ഒരു മന്ത്ര ഹിരണ്മയേന പാത്രേണ സത്യസ്യാഭിഹിതം മുഖം തത് ത്വം പൂഷന്നപാവൃണു സത്യധർമായ ദൃഷ്ടയേ. അതിൻ്റെ അർത്ഥം ഇതാണ്: ഹിരണ്മയേന സ്വർണ്ണ നിറത്തിലുള്ള, ഹിരണ്യേന അല്ല, ഹിരണ്മയേന. ഹിരണ്യേന എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വർണത്തിന്റെ പാത്രം എന്നാണ്. ഹിരണ്മയേന സ്വർണ്ണ നിറത്തിലുള്ള പാത്രം. സത്യസ്യ മുഖം അഭിഹിതം. സത്യസ്യ സത്യത്തിന്റെ. സത്യം എന്ന് പറഞ്ഞാൽ എന്താണ്? ട്രൂത്ത്, ഫാക്ട്, എസൻസ്. ട്രൂത്ത് എന്നുള്ളതിന് സംസ്കൃതത്തിൽ സത്യമാണ്. ഫാക്ട് വസ്തുതകള്, അതും സത്യമാണ്. എസൻസ് ഏതൊന്നിൻ്റെയും സത്ത് അതും സത്യമാണ്. ഇപ്പൊ ട്രൂത്ത്, ഫാക്ട്, എസൻസ്. ഹിരണ്മയേന പാത്രേണ, സ്വർണ്ണ നിറത്തിലുള്ള കവറ്. പാത്രം എന്ന് വെച്ചാൽ കവറ്, അല്ലെങ്കിൽ പാത്രം തന്നെ എടുക്കാം. ലിഡ്. ആ കവർ അഥവാ ലിഡ് കൊണ്ട് മൂടിയിരിക്കുന്നു. ഹിരണ്മയേന പാത്രേണ സത്യസ്യ മുഖം അഭിഹിതം. സത്യത്തിന്റെ സർഫസ് കവർ ചെയ്തിരിക്കുന്നു. ഇപ്പൊ നമ്മൾ പെട്ടെന്ന് ദൂരെ നിന്ന് നോക്കുമ്പോൾ ട്രൂത്ത്, ഫാക്ട്, എസൻസ് അതല്ല നമുക്ക് കാണാം. അതിൻ്റെ മുകളിൽ വെച്ചിരിക്കുന്ന, സർഫസിൽ വെച്ചിരിക്കുന്ന സ്വർണ്ണ നിറത്തിലുള്ള ആ കവറിൻ്റെ, പാത്രത്തിൻ്റെ തിളക്കമാണ് നമുക്ക് കാണാം. അതല്ല സത്യം. അതിനകത്താണ് സത്യമുള്ളത്. അതിനകത്താണ് ട്രൂത്ത്, ഫാക്ട്, എസൻസ് ഉള്ളത്. ഇപ്പൊ നമ്മൾ ഓർമ്മിക്കാനുള്ളത്, തിളക്കമാർന്ന ദൃശ്യം അത് സത്യത്തിൻ്റെ പ്രകാശമാണ് എന്ന് ധരിക്കരുത്. സത്യം അതിനകത്താണുള്ളത്. അതിൻ്റെ സർഫസിൻ്റെ. എന്താ സർഫസിൻ്റെ എന്ന് പറഞ്ഞാൽ അർത്ഥം? അത് വിവരിക്കുന്നതും അത് നമ്മൾ കേൾക്കുന്നതും കാണുന്നതും എല്ലാം ഉപരിപ്ലവമായിട്ടാണ്. ആ ഉപരിപ്ലവമായിട്ട് വിവരിക്കുന്നതിൻ്റെയും കാണിക്കുന്നതിൻ്റെയും തിളക്കമാണ് നമ്മൾ കാണുന്നത്. യാഥാർത്ഥ്യമല്ല പലപ്പോഴും നമ്മൾ പലതിൻ്റെയും കാണുന്നത്. ഇനി ഒന്നുകൂടി നോക്കുക. ഒരാൾ എന്തെങ്കിലും പറഞ്ഞു, ആ പറയാൻ ഉപയോഗിച്ച വാക്കുകളുടെ മഹത്വമാണ് നമ്മളുടെ മനസ്സിൽ ഇംപ്രഷൻ ഉണ്ടാക്കുന്നത്. നമ്മൾ എന്തെങ്കിലും ഒരു ദൃശ്യം ഫോട്ടോയിലോ സീരിയലിലോ മൂവിയിലോ കണ്ടു, അത് കാണിക്കാൻ വേണ്ടിയുള്ള ആ തത്രപ്പാടിൻ്റെ ബഹിസ്ഫുരണമാണ് നമ്മൾ കാണുന്നത്. ഒറിജിനൽ അല്ല നമ്മൾ കാണുന്നത്. ചിരിച്ചുകൊണ്ട് വരുന്ന ഒരു വ്യക്തിയുടെ ചിരിയും പെരുമാറ്റവുമാണ് നമ്മൾ കാണുന്നത്. അയാളുടെ ഉള്ളിൽ എന്താണ് നമ്മൾ കാണുന്നില്ല. അതേപോലെ നമ്മൾ എന്തെങ്കിലും സാധനം കഴിക്കുമ്പോൾ, വാങ്ങിക്കുമ്പോൾ, വിൽക്കുമ്പോൾ അതിനെല്ലാത്തിനും ആ പുറകിലുള്ള കവറ്, ഒരു മരുന്നാണെങ്കിലും അതെങ്ങനെ കവർ ചെയ്തിരിക്കുന്നു, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ലക്ഷറി ഐറ്റാണെങ്കിൽ എങ്ങനെ കവർ ചെയ്തിരിക്കുന്നു. ഒരു കാറ് വാങ്ങിക്കുകയാണെങ്കിലും അതിൻ്റെ എക്സ്റ്റേണൽ ലുക്ക് എങ്ങനെയുണ്ട്,
അതിൻ്റെ എഞ്ചിനെ കുറിച്ചോ ബാക്കിയുള്ളതിനെ കുറിച്ചോ ഒക്കെ അറിയണമെങ്കിൽ കുറേ ഉള്ളിലേക്ക് പോകണം. ഏത് വസ്തുതയായാലും നമ്മൾ ഇംപ്രസ്ഡ് ആവുന്നത് അതിൻ്റെ സർഫസ്, അതിൻ്റെ പുറമേ ഉള്ള കാഴ്ചയാണ്. അതുകൊണ്ടാണ് പലപ്പോഴും പല സാധനങ്ങളും വിൽക്കുന്നതിന് കവറിൻ്റെ ഡിസൈൻ, കവറിങ്ങിൻ്റെ പുറത്തുള്ള ചിത്രത്തിൻ്റെ ഡിസൈൻ, അതുമാതിരി തന്നെ കവറിൻ്റെ ആ ലുക്ക്, കോസ്റ്റ്, ഇതെല്ലാമാണ്. ഒരു ബിസ്ക്കറ്റ് ആണെങ്കിൽ പോലും അതെങ്ങനെ പാക്ക് ചെയ്തിരിക്കുന്നു, ഈ പുറത്ത് കാണുന്നതാണ് നമ്മൾ തിളക്കമായിട്ട് കാണുന്നത്. യഥാർത്ഥത്തിൽ അതല്ല സത്യം, ഉള്ളിലാണ് സത്യം ഇരിക്കുന്നത്. അപ്പൊ നോക്കാം, ഹിരൺമയേന പാത്രേണ സത്യസ്യാഭിഹിതം മുഖം. ഇനി നമുക്ക് സത്യം എന്താണ്, ട്രൂത്ത്, ഫാക്ട്, എസൻസ് എന്താണെന്ന് കാണാൻ വിചാരിക്കാം. തത്, തത്ത് എന്ന് വെച്ചാൽ ദാറ്റ്. സംസ്കൃതത്തിലും ഇംഗ്ലീഷിലും ദാറ്റ് തന്നെയാണ് തത്ത് എന്നുള്ളതിന്. ത്വം, നീയ്, അല്ലയോ വിദ്യാർത്ഥി, അല്ലയോ ശിഷ്യ, അല്ലയോ താപസ, അല്ലെങ്കിൽ അല്ലയോ സാധാരണ ജനങ്ങളെ, നിങ്ങൾക്കത് കാണണമെങ്കിൽ, സത്യം കാണണമെങ്കിൽ പൂഷൻ അപാവൃണു, എങ്ങനെയാണോ ഇരുട്ട് സൂര്യദേവന്റെ പ്രകാശം കൊണ്ട് മാറ്റി യാഥാർത്ഥ്യം നമ്മൾ കാണുന്നത്, തത് ത്വം, നിങ്ങൾ അതുപോലെ ചെയ്യണം. പൂഷൻ അപാവൃണു, അപാവൃണു, ആ കവറ് എടുത്തു മാറ്റണം. സ്വർണ്ണ നിറത്തിലുള്ള ലിഡ് എടുത്തു മാറ്റണം. ഈ കവറ് എടുത്തു മാറ്റുന്നതിന് എന്താ നമ്മൾ ഇംഗ്ലീഷിൽ പറയുക? ഡിസ്കവർ. കവർ എടുത്ത് മാറ്റുന്നതിന് പറയുന്ന പേരാണ് ഡിസ്കവർ. അതെന്ത്, എങ്ങനെയാ എത്ര ഭംഗിയായിട്ട് ഇംഗ്ലീഷിൽ അവർ എടുത്തു നോക്കുക. ആ കവർ എടുത്ത് മാറ്റിയാല് തത്വം പൂഷൻ അപാവൃണു സത്യധർമായ ദൃഷ്ടയെ, സത്യം എന്താണ്, ധർമ്മം എന്താണ് എന്ന് കാണാൻ, അറിയാൻ ആ കവർ നിങ്ങൾ എടുത്ത് മാറ്റണം. അപ്പൊ ഡിസ്കവർ ചെയ്യണം, അത് അതിനകത്ത് ഉള്ളത് തന്നെയാണ്. അപ്പൊ ഇൻവെന്റ് ചെയ്യണം എന്നല്ല, ഡിസ്കവർ ചെയ്യണം. കവർ എടുത്ത് മാറ്റിയാൽ മതി. സത്യധർമായ ദൃഷ്ടയെ. ഇപ്പൊ ഈശാവാസ്യ ഉപനിഷത്തിലെ ആ വരിയുടെ 4000-4500 BC, ആദവും അവയും ഒക്കെ ജനിക്കുന്നതിന് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഇവിടുത്തെ ഋഷീശ്വരന്മാർ എഴുതിയ വരിയാണ് യജുർവേദത്തിന്റെ 40-ാം അധ്യായം. ഒന്നുകൂടി നമുക്ക് നോക്കാം. ഹിരൺമയേന പാത്രേണ, സ്വർണ്ണ നിറത്തിലുള്ള പാത്രം കൊണ്ട്, കവറുകൊണ്ട്, സത്യസ്യ അഭിഹിതം മുഖം, സത്യത്തിന്റെ മുഖം, സർഫസ്, അഭിഹിതം മൂടപ്പെട്ടിരിക്കുന്നു. ആ സത്യത്തിന്റെ മുഖം സ്വർണ്ണ നിറത്തിലുള്ള കവർ കൊണ്ട് മൂടിയിരിക്കുന്നു. തത്വം പൂഷൻ അപാവൃണു, എങ്ങനെയാണോ സൂര്യപ്രകാശത്താൽ ഇരുട്ടകന്ന് യാഥാർത്ഥ്യത്തെ നമ്മൾ കാണുന്നത്, അതേപോലെ ജ്ഞാനത്താൽ, അറിവിനാൽ, ത്വം നീയ്, തത് ആ സത്യത്തെ കാണാൻ, പൂഷൻ അപാവൃണു ആ കവറെടുത്ത് മാറ്റുക, സൂര്യപ്രകാശത്തിൽ വസ്തുക്കൾ കാണുന്നത് പോലെ ജ്ഞാനപ്രകാശത്താൽ ഉള്ളിലേക്ക് നോക്കുക. സത്യധർമായ ദൃഷ്ടയെ, സത്യം, ട്രൂത്ത്, ഫാക്ട്, എസൻസ്, ധർമ്മം, ഡ്യൂട്ടി, റെസ്പോൺസിബിലിറ്റി ആൻഡ് പ്രിവിലേജ്. ഡ്യൂട്ടി, റെസ്പോൺസിബിലിറ്റി ആൻഡ് പ്രിവിലേജ്. അപ്പൊ ധർമ്മം എന്താണ്, ഒരു വ്യക്തിയുടെ ധർമ്മം, അമ്മയുടെ ധർമ്മം എന്താണെന്ന് അമ്മയെ നോക്കിയാൽ മനസ്സിലാവില്ല. അച്ഛന്റെ ധർമ്മം എന്താണെന്ന് അച്ഛനെ നോക്കിയാൽ മനസ്സിലാവില്ല. മറിച്ച് അച്ഛന്റെ ധർമ്മത്തെക്കുറിച്ച് വിവരിക്കുന്ന ഗ്രന്ഥങ്ങളുടെ ഉള്ളിലേക്ക് ഇറങ്ങി ചെന്നാലേ ഓരോ വ്യക്തിയുടെയും ധർമ്മം എന്താണെന്ന് മനസ്സിലാവുള്ളൂ. അതേപോലെ സത്യം എന്താണെന്ന് മനസ്സിലാവുള്ളൂ. ഈ ഒരു വരി ഭാരതീയ പൈതൃകത്തിന്റെ, ശാസ്ത്രവീക്ഷണത്തിന്റെ, സയന്റിഫിക് ടെമ്പറിന്റെ അത്യുജ്വലമായിട്ടുള്ള വരിയാണെന്ന് ഓർമ്മിക്കാനും സാധിക്കട്ടെ. മുകളിൽ നോക്കുമ്പോൾ നമുക്ക് കാണുന്നതല്ല യാഥാർത്ഥ്യം, അതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെന്ന് ഡിസ്കവർ ചെയ്യണം. അപ്പോഴേ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാവുള്ളൂ.
പ്രണാമം, നമസ്കാരം.